ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള ദുരഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇന്ന് 109 മുതൽ 118 വരെയുള്ള ഖണ്ഡികകളാണ് നമ്മൾ പഠിക്കുക. 2 പ്രധാന ഖണ്ഡികകളിലാണ് ഈ കാര്യം നമ്മൾ കാണുക. 2 തലക്കെട്ടിൽ 109 മുതൽ 113 വരെയുള്ള ഭാഗത്ത് ഈശോയുടെ തിരുഹൃദയ ഭക്തിയുടെ വ്യാപനത്തെക്കുറിച്ചും 114 മുതൽ 118 വരെയുള്ള ഭാഗങ്ങളിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചിന്തകളുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. 109 ഖണ്ഡിക, തിരുഹൃദയഭക്തിയുടെ തുടക്കം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഉറവിടമായ അവൻ്റെ മുറിവേറ്റ പാർശ്വത്തിൽ നിന്നാണ് തിരുഹൃദയഭക്തി ആരംഭിക്കുന്നത്. ഇത് സന്യാസ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നേടി. ഈ ഭക്തിയുടെ ആധുനിക രൂപം മധ്യകാല രീതിയിൽ ഇതിന് നേരിട്ട് വന്നതല്ല, വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. ഒരു ആധുനിക രൂപം എന്ന് പറയുന്നത് മധ്യകാല രീതികളിൽ നിന്നും നേരിട്ട് വന്ന ഒരു ശൈലിയല്ല എന്നാണ് ഇതോടെ പറയുക. ബൈബിളിൽ ഇതിനുള്ള വ്യക്തമായ സൂചനകൾ കുറവാണ്. കാലക്രമേണ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ സഭ ഈ ഭക്തിയുടെ പ്രാധാന്യം തിരിച്ചറിയുകയാണ്. ഇതിലൂടെ പുതിയ അർത്ഥങ്ങളും ഉൾക്കാഴ്ചകളും സഭയ്ക്ക് ലഭിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും ഉറവിടമായ അവൻ്റെ മുറിവേറ്റ പാർശ്വത്തിൽ നിന്നാണ് ഹൃദയഭക്തി ആരംഭിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് സന്യാസ ഭവനങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അത് ആധുനിക ഒരു രൂപം, ഇപ്പോഴത്തെ ഒരു ഈശോയുടെ തിരുഹൃദയഭക്തിയുടെ ആധുനിക രൂപം എന്ന് പറയുന്നത് അത് മധ്യകാല രീതികളിൽ നിന്നും പഴയകാല രീതിയിൽ നേരിട്ട് വന്ന ഒരു ശൈലിയല്ല എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. മുന്നോട്ട് വരുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് മുന്നോട്ട് വരുന്ന 110 മുതലുള്ള ഖണ്ഡികകൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. 110 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധരുടെ സാക്ഷ്യങ്ങളാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച്. നിരവധി വിശുദ്ധ വനിതകൾ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ സാക്ഷ്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഈ ഖണ്ഡികയിൽ ചേർത്തിരിക്കുക. പ്രത്യേകിച്ച് വിശുദ്ധ ലുദ്ഗാർദ്, ഹാക്ബോണിലെ മെറ്റിൽഡ, ഫൊളിഞ്ഞോയിലെ വിശുദ്ധ അഞ്ചല, നോർവിച്ചയിലെ ദാമേ ജൂലിയൻ തുടങ്ങിയവരെ. അവർ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വിശ്രമിക്കുന്നത് ആന്തരിക സമാധാനത്തിൻ്റെ ഉറവിടമായിട്ട് ഈ വിശുദ്ധരെല്ലാം കാണുകയാണ്. അത് ഈശോയുടെ ഹൃദയത്തിലായിരിക്കുന്നത്, അവിടെ സങ്കേതം തേടുന്നത്, വിശ്രമിക്കുന്നത് ആന്തരിക സമാധാനത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നു. അതുപോലെ സിസ്റ്റേഴ്സിൻ സന്യാസിയായിരുന്ന ഹെൽത്തായിലെ വിശുദ്ധ ഗദ്രൂദ് ക്രിസ്തുവിൻ്റെ ഹൃദയസ്പന്ദനം കേട്ടതായി പറയുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ ഓരോ വിശുദ്ധരുടെയും സാക്ഷ്യങ്ങളാണ്. ആ ഹൃദയസ്പന്ദനം ആധുനിക കാലത്തിനായി കരുതി വച്ചിരിക്കുന്നുവെന്നും അത് കേൾക്കുമ്പോൾ നമ്മുടെ ദുർബലമായ ലോകം ദൈവസ്നേഹത്താൽ നവീകരിക്കപ്പെടുമെന്നും അവർ പ്രവചിക്കുകയാണ്. വിശുദ്ധ ഗദ്രൂദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹൃദയസ്പന്ദനം കേട്ടതായി നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഹൃദയസ്പന്ദനം കിട്ടിയപ്പോൾ ഗദ്രൂദ് ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യോഹന്നാനും ഇതുപോലെ ഈ ഹൃദയസ്പന്ദനം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തല്ലോ, എന്തുകൊണ്ടാണത് സുവിശേഷത്തിൽ വ്യാഖ്യാനിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി അവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും മറുപടിയായിട്ട് വിശുദ്ധ പറയുന്നൊരു കാര്യം ഇതാണ്: അത് ആധുനിക കാലത്തിനായി കരുതി വച്ചിരിക്കുന്നുവെന്നും അത് കേൾക്കുമ്പോൾ, അതായത് ഈശോയുടെ തിരുഹൃദയസ്പന്ദനം അത് കേൾക്കുമ്പോൾ നമ്മുടെ ദുർബലമായ ലോകം ദൈവസ്നേഹത്താൽ നവീകരിക്കപ്പെടുമെന്നും ഒരു പ്രവചനം കൂടി വിശുദ്ധ ഗദ്രൂദ് നടത്തുകയാണ്. ഈ 2 വിശുദ്ധരെ, പ്രത്യേകിച്ച് വിശുദ്ധ ഗദ്രൂദിനെയും വിശുദ്ധ മെറ്റിൽഡായി, ഇവർ 2 പേരെയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായ വിശുദ്ധരായിട്ടാണ് കാണുക. അതായത് ഈ വിശുദ്ധ വനിതകളുടെ സാക്ഷ്യങ്ങൾ, തിരുഹൃദയത്തെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ, അതുമായിട്ടുള്ള പ്രവചനങ്ങൾ, ഇതെല്ലാം ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ പുതുതായിട്ട് ശ്രദ്ധ തിരിക്കണമെന്ന അതിൻ്റെ ആവശ്യകതയാണ് എന്ന് പരിശുദ്ധ പിതാവ് 110 ഖണ്ഡികയിൽ ഈ വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്
നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. 111 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയവും കാർത്തൂസിയൻ സന്യാസിമാരും. സാക്സോണിലെ ലുഡോൾഫിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് കാർത്തൂസ്യൻ സന്യാസിമാർ തിരുഹൃദയത്തോടുള്ള ഭക്തി ക്രിസ്തുവിനോടുള്ള അടുപ്പവും വാത്സല്യവും വളർത്തുന്നതിനുള്ള ഒരു മാർഗമായി കണ്ടു. സന്യാസിമാരുടെ വലിയൊരു പ്രചോദനമാണ്. അല്ലെങ്കിൽ അവർ ഈ സാക്സോണിലെ ലുഡോൾഫിൻ്റെ ആ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മീയതയിൽ തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ വളർന്നു വരുവാനായിട്ട് അവർ പ്രത്യേകം പരിശ്രമിച്ചു. ഈശോയോടുള്ള ആ വലിയ സ്നേഹം അത് തിരുഹൃദയത്തോടുള്ള ഭക്തിയായി ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോടുള്ള അടുപ്പവും വാത്സല്യവും വളർത്താനായിട്ടുള്ള ഒരു ആത്മീയ മാർഗമായിട്ട് അവർ മാറ്റിയെടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ മുറിവിലൂടെ പ്രവേശിക്കുന്നവർ സ്നേഹത്താൽ പ്രകാശിപ്പിക്കപ്പെടുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. സീനായിലെ വിശുദ്ധ കാതരിൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ തുറന്ന ഹൃദയം അവിടുത്തെ അനന്തമായ സ്നേഹവുമായി വ്യക്തിപരമായ ഒരു സജീവ സമാഗമത്തിന് നമ്മെ പ്രാപ്തരാക്കുന്നു. നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട അവിടുത്തെ ഒരു ഹൃദയം അനന്തമായ സ്നേഹമായി ഒരു വ്യക്തിപരമാണ്. അതുപോലെ തന്നെ സജീവമായ ഒരു സമാഗമത്തിന്, ഒരു കൂടിച്ചേരലിന് നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് വിശുദ്ധ കാതറിൻ പറയുന്നതാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും അവിടുത്തെ തുറന്ന ഹൃദയം സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് ഈശോയുടെ തുറന്ന ഹൃദയത്തിൻ്റെ ആ വലിയ രഹസ്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈശോയുടെ സഹനങ്ങളുടെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈശോയുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ വ്യക്തിപരമായ ഒരു സജീവമായ ഒരു സമാഗമത്തിന് നമുക്ക് സാധിക്കും. ഒരു കൂടിച്ചേരലിന് ഈശോയുടെ ഹൃദയമായിട്ട് ചേരാനായിട്ട് ഈ ഭക്തി സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഹൃദയത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നും വിശുദ്ധ കാതറിനും അതുപോലെ കാർത്തൂസ്യൻ സന്യാസിമാരുടെ ആത്മീയ ജീവിതക്രമങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ 111 ഖണ്ഡിക. 112 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി ക്രമേണ ഈ ആശ്രമ മതിലുകൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുകയാണ്. 111 ഖണ്ഡികയിൽ കണ്ടിരുന്നു കാർത്തൂസ്യൻ സന്യാസിമാർ തിരുഹൃദയത്തോടുള്ള ഭക്തി അവർ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എടുത്ത് അവരുടെ ജീവിതത്തിൽ അത് വളർത്തിയെടുത്തു എന്ന് കണ്ടു. കാലക്രമത്തിൽ ഈ ഭക്തി ഈ ആശ്രമങ്ങളുടെ മതിലുകൾ അപ്പുറത്തേക്ക് വ്യാപിച്ചു. വിശുദ്ധരായ അധ്യാപകരുടെയും പ്രഭാഷകരുടെയും സന്യാസ സമൂഹ സ്ഥാപകരുടെയും ആത്മീയത ഇത് സമ്പന്നമാക്കുകയും അവർ ഈ ഭക്തി ലോകത്തിൻ്റെ അതിരുകളോളം പ്രചരിപ്പിക്കുകയും ചെയ്തു. വളരെ ചെറിയൊരു ഖണ്ഡികയിൽ പറഞ്ഞ ഒരേ കാര്യമേ ഉള്ളൂ. ഇത് തിരുഹൃദയ ഭക്തി ആശ്രമങ്ങളിലാണ് ഇത് ആരംഭിച്ചത്. അത് ശക്തി പ്രാപിച്ചത് അത് ആശ്രമങ്ങൾക്കപ്പുറത്തേക്ക് പുറത്തു ചാടി വ്യാപിച്ച് അധ്യാപകർ, പ്രഭാഷകർ, സന്യാസമുകളുടെ സ്ഥാപകർ ഒക്കെ ഈ ആത്മീയതയെ സ്വന്തമാക്കുകയും ആ സമ്പന്നതയെ ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. 113 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ജോൺ യൂട്ട്സിൻ്റെ പങ്കാണ് തിരുഹൃദയ ഭക്തി പ്രചരിക്കുന്നതിൽ. ഈ വിശുദ്ധൻ്റെ വലിയൊരു നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ ഖണ്ഡികയിൽ മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ജോൺ യൂട്ട്സ് റെന്നസ് രൂപതയിലെ മെത്രാനെ ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് അനുവാദം നൽകാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ സഭയിൽ ഔദ്യോഗികമായ അനുമതിയോടെ അത്തരമൊരു തിരുനാൾ ആദ്യമായി ആചരിച്ചത് അവിടെയായ റെന്നസ് രൂപതയിൽ. ഇതിനെ തുടർന്ന് 1670 1671 ഇടയിൽ കൗട്ടൻസസ്, എവ്രൂക്സ്, ബയോ, ലിസ്യു, റൂവൻ എന്നിവിടങ്ങളിലെ മെത്രാന്മാരും തങ്ങളുടെ രൂപതകളിൽ തിരുനാൾ ആഘോഷിക്കാനായിട്ട് അനുമതി നൽകി തുടങ്ങി. അങ്ങനെ വിശുദ്ധ ജോൺ യൂട്ട്സിൻ്റെ ഒരു പങ്കിലൂടെ ഈ തിരുഹൃദയഭക്തി പല രൂപതകളിലും ഔദ്യോഗികമായിട്ട് മെത്രാന്മാരുടെ അനുവാദത്തോടു കൂടി ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ 119 ഖണ്ഡികയിൽ നമ്മൾ കാണുക.
114 ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസത്തെ ക്ലാസ്സിൽ 2 ഭാഗങ്ങളായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. 114 മുതൽ 118 വരെയുള്ള ഭാഗങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ചിന്തകളാണ്, അല്ലെങ്കിൽ സംഭാവനകളെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് പറയുക. 114 ഖണ്ഡിക, ആധുനിക കാലത്ത് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് തിരുഹൃദയ ഭക്തിക്ക് വലിയ സംഭാവനകൾ നൽകി. ക്രിസ്തുവിൻ്റെ തുറന്ന ഹൃദയം അവിടുത്തെ ജീവിത രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതും സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധത്തിൽ ജീവിക്കാൻ നമ്മെ ക്ഷണിക്കുന്നതുമാണെന്ന് അദ്ദേഹം ധ്യാനിച്ച് നമുക്ക് ആ വലിയൊരു ചിന്തയാണ് പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ നൽകുക. ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിൽ തിരുഹൃദയ ഭക്തിക്ക് കൊടുത്ത വലിയൊരു പ്രാധാന്യവും അതുവഴി സഭയ്ക്ക് കിട്ടിയ വലിയ സംഭാവനകളുമാണ് നമ്മൾ പ്രത്യേകമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈശോ നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ഹൃദയം ഈശോയുടെ ജീവിത രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിച്ചു കഴിയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വ്യക്തിബന്ധത്തിൽ ജീവിക്കുവാൻ ഈശോയുടെ ഹൃദയം നമ്മളെ ക്ഷണിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ വാക്കുകൾ നമ്മൾക്ക് ഈ ഖണ്ഡികയിലൂടെ ലഭിക്കുകയാണ്. കർശനമായ ധാർമ്മികതയും യാന്ത്രികമായ ഭക്തിയെയും അദ്ദേഹം എതിർക്കുകയാണ്. കർശനമായ ധാർമ്മികത, അതുപോലെ യാന്ത്രികമായ ഭക്തി, രണ്ടിനെയും ഒരുപോലെ പിതാവ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് എതിർക്കുകയാണ്. പകരം ദൈവകൃപയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. കർശനമായ ധാർമ്മികതയും യാന്ത്രികമായ ഭക്തിയൊക്കെ മാറ്റിയിട്ട് ദൈവകൃപയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ, അല്ലെങ്കിൽ ദൈവകൃപയിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ, വിശ്വാസം സമർപ്പിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി സാലസിനുള്ള കത്തിൽ ക്രിസ്തുവിൻ്റെ മുറിവേറ്റ വിലാവിൽ എന്നേക്കും വസിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ മുറിവേറ്റ ഹൃദയത്തിൽ എപ്പോഴും വസിക്കാനുള്ളൊരാഗ്രഹമാണ് പ്രകടിപ്പിക്കുക. അതായത് വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിതത്തിൽ തിരുഹൃദയ ഭക്തി കൊടുത്ത ആ വലിയ സ്ഥാനവും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ടൊരു വ്യക്തിബന്ധത്തിൽ ജീവിക്കാൻ നമ്മെ അവിടെ നിന്ന് ക്ഷണിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുതന്നെ ഫ്രാൻസിസ് അസീസിൻ്റെ ആ വലിയ ആത്മീയത ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഖണ്ഡികയിൽ 115 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ സംഭാവനകളെക്കുറിച്ച് തന്നെ വീണ്ടും നമ്മളിവിടെ ആവർത്തിക്കുകയാണ്. യഥാർത്ഥ തിരുഹൃദയ ഭക്തിക്ക് അന്ധവിശ്വാസമായോ യാന്ത്രിക ഭക്തിയുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് സമർത്ഥിക്കുകയാണ്. അതിൻ്റെ കാരണം പറയുന്നത്, ക്രിസ്തുവിനാൽ നമ്മൾ ഓരോരുത്തരും സവിശേഷമായും വ്യക്തിപരമായും അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ വ്യക്തിപരമായൊരു ബന്ധം ഇതിൽ ഉൾപ്പെടുന്നതിനാൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെയോ യാന്ത്രിക ഭക്തിയുടെയോ ആവശ്യമില്ല എന്നുള്ളതാണ് ഫ്രാൻസിസ് പിതാവ്, അല്ലെങ്കിൽ ഫ്രാൻസിസ് ദി സാലസ് വിശുദ്ധൻ നമ്മോട് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതും നമ്മുടെ എല്ലാവരുടെയും പേരുകൾ എഴുതപ്പെട്ടതുമായൊരു ഹൃദയമാണ് എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പേരുകൾ എഴുതപ്പെട്ടതുമായ ഹൃദയമാണ്. ആയതിനാൽ ഇതിനൊരു അന്ധവിശ്വാസത്തിൻ്റെയോ യാന്ത്രികതയോ ഒന്നും ആവശ്യമില്ല, മറിച്ച് ഇത് വ്യക്തിപരമായി അറിയപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിപരമായ ബന്ധമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം അമൂർത്തമോ പൊതുവായതോ അല്ല, അത് ഓരോ വ്യക്തിയെയും അറിഞ്ഞ് ബഹുമാനിക്കുന്ന തികച്ചും വ്യക്തിപരമായ ഒന്നാണെന്ന് വീണ്ടും ഫ്രാൻസിസ് ഡി സാലസ് ആവർത്തിച്ച് പറയുകയാണ്. ഈ സ്വർഗം എത്ര മനോഹരമാണ് എന്നും അതിൽ കർത്താവ് സൂര്യനും അവിടുത്തെ ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവയുമാണ് എന്നും നമുക്ക് ഓരോരുത്തർക്കും അതിലേക്ക് നോക്കാനും നമ്മുടെ പേര് സ്നേഹത്തിൻ്റെ അക്ഷരങ്ങളിൽ ലേഖനം ചെയ്തിരിക്കുന്നത് കാണാനും കഴിയുമെന്നും തുടർന്ന് ഈ ഖണ്ഡികയിലൂടെ
ഫ്രാൻസിസ് ദി സാലസിനെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, യഥാർത്ഥ സ്നേഹത്തിൽ എഴുതപ്പെട്ടതും യഥാർത്ഥ സ്നേഹത്തിൽ മാത്രം വായിക്കാൻ കഴിയുന്നതുമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ സംഭവിക്കുന്നത്. എന്നിട്ട് ഫ്രാൻസിസ് ദി സാലസ് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദി ഷന്താളിന് എഴുതിയ ആ ഒരു കത്തിൽ അവളെ വിളിക്കുകയാണ്, പ്രിയ ദൈവമേ, പ്രിയ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, പിന്നെ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായും അവരും അവിടെ ഈശോയുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെ അവർ പ്രത്യാശിക്കുകയാണ്. എന്തെന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ സ്നേഹമില്ലെങ്കിലും അവർക്ക് സ്നേഹത്തിനായുള്ള ആഗ്രഹവും ആനന്ദവും ഉണ്ടായിരിക്കുമെന്നാണ് ഫ്രാൻസിസ് ദി സാലസ് തൻ്റെ എഴുത്തിലൂടെ വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദി ഷന്താളിനെ അറിയിക്കുക. ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷമായ വ്യക്തിപരമായി അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തെയാണ് ഫ്രാൻസിസ് ദി സാലസിലൂടെ, ആ വിശുദ്ധനിലൂടെ പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ആ കാര്യമാണ് ഈ 115-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുന്നത്. 116-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് എഴുതിയ കത്തിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് ഈ ഖണ്ഡികയും പോവുക, 116-ാം ഖണ്ഡികയും പോവുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഈ അനുഭവം ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് വിശുദ്ധൻ പറയുകയാണ്. തീർച്ചയായും മഹത്തായ ഒരു വിശ്വാസ സത്യമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദി ഷന്താളിന് അവരോട് വീണ്ടും പ്രിയ മകളെ എന്ന് വിളിച്ചുകൊണ്ട്, അതേ മകളെ, അവിടുന്ന് നിന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, നിൻ്റെ തലയിലെ ഏറ്റവും ചെറിയ മുടിയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഇതൊരു തരത്തിലും സംശയിക്കേണ്ടതില്ല എന്നും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സർവവും ത്യജിക്കാൻ വിശ്വാസി പ്രാപ്തരാകുന്നുവെന്നും അവളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വിശുദ്ധയെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. ആയതിനാൽ അതിൽ അവനല്ലെങ്കിൽ അവൾ വിശ്രമവും ആശ്വാസവും ശക്തിയും കണ്ടെത്തും. അതായത് തിരുഹൃദയത്തിൽ ഒരു വിശ്വാസി സർവവും ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ, ആരാണോ തയ്യാറാകുന്നത്, അവനോ അല്ലെങ്കിൽ അവളോ തയ്യാറാകുമ്പോൾ ആ തിരുഹൃദയത്തിൽ വിശ്രമവും ആശ്വാസവും ശക്തിയും കണ്ടെത്തുമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ് തൻ്റെ വത്സല വ്യക്തിക്ക് ഷന്താളിന് എഴുതുകയാണ്. വീണ്ടും പറയുന്നു, ഓ ദൈവമേ, ഇപ്രകാരം അങ്ങയാൽ ആശ്ലേഷിക്കപ്പെടുവാനും രക്ഷകൻ്റെ മാറിൽ വിശ്രമിക്കാനും കഴിയുന്നത് എത്ര ആനന്ദപ്രദമാണ്. എന്നിട്ട് വീണ്ടും തൻ്റെ ആത്മീയ മകളെ ഉപദേശിക്കുകയാണ്, പ്രിയ മകളെ, മറ്റുള്ളവർ കർത്താവിൻ്റെ മേശയിലെ വിഭവങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ സ്ലീഹായെ പോലെ, മറ്റൊരു യോഹന്നാൻ സ്ലീഹായെ പോലെ, ഒരു കുച്ചു കൊട്ടി എന്ന പോലെ നീയും ശിരസ്സും ഹൃദയവും ആത്മാവും പരിപൂർണ പ്രത്യാശയിൽ ഈ കർത്താവിൻ്റെ സ്നേഹനിർഭരമായ മാറിലേക്ക് ചേർത്ത് വയ്ക്കണമെന്ന് പറയുകയാണ്. അന്ത്യത്താഴ്വേളയിൽ യോഹന്നാൻ ഈശോയുടെ വക്ഷസ്സിലേക്ക് ചേർന്നിരുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ദി സാലസ് തൻ്റെ ആത്മീയ മകളെ ഉപദേശിക്കുന്ന കത്തിലൂടെ പറയുന്നത്. ആ പാറയുടെ പിളർപ്പിലും നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകൻ്റെ തുളയ്ക്കപ്പെട്ട വിലാപ്പുറത്തും നീ വിശ്രമിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ആത്മീയ മകളെക്കുറിച്ചുള്ളൊരു കാര്യം വിശുദ്ധൻ പറയുകയാണ്, അല്ലെങ്കിൽ നീ അങ്ങനെ ആയി തീരണമെന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും സ്നേഹത്തോടെ വിളിക്കുകയാണ്, എൻ്റെ പ്രിയമകളെ, ഈ കർത്താവ് എത്ര നല്ലവനാണ്, അവിടുത്തെ ഹൃദയം എത്ര സ്നേഹമുള്ളതാണ്.
ഇവിടെ നമുക്ക് വസിക്കാം. ഈ വിശുദ്ധ വസതിയിൽ വലിയ ആത്മീയതയുടെ ഒരു വഴി ചന്താളിന് ഫ്രാൻസിസ് ദി സാലസ് തുറന്നു കൊടുക്കുകയാണ്. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി ചന്താളിന് നൽകുന്ന ആ കത്തിലൂടെ കൊടുത്തിരിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് ഇവിടെ ഈ 115-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് 116-ാമത്തെ ഖണ്ഡികയിലും കാണുന്നത്. ഈ ചന്താളുമായിട്ടുള്ള എഴുത്തിൽ ഒരു ആത്മീയ ഉപദേശം, ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ ഉപദേശം കൊടുക്കുകയാണ്. ആ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് വായിച്ചു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈശോയുടെ സ്നേഹനിർഭരമായ തിരുഹൃദയത്തിലേക്ക് ചേർന്നിരിക്കാനായിട്ട് ഉപദേശിക്കുകയാണ് ഈ ഖണ്ഡികയിലൂടെ. 117-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു സാധാരണ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രബോധനത്തിൽ ഫ്രാൻസിസ് ദി സാലസ് ഉറച്ചു നിൽക്കുകയാണ്. ഈ തിരുഹൃദയ അനുഭവം നമ്മുടെ അനുദിന ജീവിതത്തിലെ അസ്തിത്വത്തിലെ പ്രവർത്തനങ്ങൾക്കും ചുമതലകൾക്കും കടമകൾക്കും ഇടയിലാണ് സംഭവിക്കുന്നതെന്ന് വിശുദ്ധൻ നിർദ്ദേശിക്കുകയാണ്. പ്രാർത്ഥനയിൽ മാത്രമല്ല, അനുദിന ജീവിതത്തിലും ലാളിത്യത്തിലും ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് മുന്നേറണമെന്നും സമ്പൂർണ്ണ ആത്മസമർപ്പണത്തോടെ ദൈവത്തിൻ്റെ കൃപയിലേക്കും കരുതലിലേക്കും സ്വയം പരിത്യജിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ലെറ്ററും തൻ്റെ ആത്മീയ മകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഉപദേശത്തിൻ്റെ ഭാവത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു തിരുഹൃദയ അനുഭവം നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കുള്ള കടമകളും ചുമതലകളും ചെയ്യുന്നത് ഇടയിലാണ് ഈ തിരുഹൃദയ ഭക്തിയും അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിലെ വിശുദ്ധീകരണവും സ്വന്തമാക്കേണ്ടതെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസിൻ്റെ വാക്കുകളിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്. 118-ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയത്തിൻ്റെ മുദ്രയാണ്. തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം അറിയിക്കാൻ ഒരു അടയാളത്തിനായി തിരഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് ഡി സാലസ് തൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. 2 അമ്പുകളാൽ തുളയ്ക്കപ്പെട്ട് മുൾക്കിരീടം ചാർത്തിയ ഒരു ഹൃദയത്തെ നമ്മുടെ സഭയുടെ മുദ്രയായി എടുക്കണമെന്ന് ഞാൻ കരുതി. അതായത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും സഹനത്തെയും ഉൾക്കൊള്ളുന്ന തിരുഹൃദയത്തിൻ്റെ പ്രതിരൂപം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് കാണിക്കുകയാണ്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരു തിരുഹൃദയത്തിൻ്റെ മുദ്ര നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കണമെന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഭാഗമാണ് 118-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. വലിയ സ്നേഹത്തോടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് പ്രത്യേകമായി നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിൻ്റെ സംഭാവനകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ അവസാനമായിട്ട് പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നത്, ഫ്രാൻസിസ് ഡി സാലസിൻ്റെ വാക്കുകളിലൂടെ നമ്മളോട് പറയുന്നത്, ഒരു തിരുഹൃദയത്തിൻ്റെ മുദ്ര നമ്മുടെ ജീവിതത്തിൽ പതിക്കട്ടെ എന്ന് തന്നെയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.